ഹലോ മധുരഗീതം വ്യൂവേഴ്സ്, ദിസ് ഇസ് ആർ ജെ വിദ്യാശങ്കർ. നിങ്ങളെല്ലാവരും ഇന്ത്യൻ ഐഡൽ കാണുന്നവരാവും. ഇന്ത്യയിൽ നിന്നും വന്ന ഇന്ത്യക്കാരായ നമ്മൾ ഇന്ത്യൻ ഐഡൽ കാണാതെ ഇരിക്കില്ല. ഇന്ത്യൻ ഐഡലില് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന അമൃത രാജനാണ് ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത്. ഹായ് അമൃത, വെൽക്കം ടു മധുരഗീതം. ഹായ്. അമൃതേനെ ഇന്ത്യൻ ഐഡൽ കണ്ടസ്റ്റന്റ് മാത്രം ഒരു ചെറിയ ബ്രാക്കറ്റിൽ ഒതുക്കാൻ പറ്റില്ല. ഷീസ് എ സിംഗർ, സോങ് റൈറ്റർ, കമ്പോസർ, പ്രൊഡ്യൂസർ, ലൈവ് പെർഫോമർ, സൗണ്ട് ഡിസൈനർ, വോക്കൽ ട്രെയിനർ, മൾട്ടി ഇൻസ്ട്രുമെന്റൽ ആർട്ടിസ്റ്റ്. എന്തൊക്കെയാണ് ഈ 7 സ്വരങ്ങളും കവിഞ്ഞ് സംഗീതത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ അമൃത? അതായത് ജസ്റ്റ് ട്രൈ ചെയ്യാണ് എല്ലാ സാധനങ്ങളും. ഒരു ഒരു ഇഷ്ടം കൊണ്ടെല്ലാം ട്രൈ ചെയ്യാണ്, നോട്ട് പ്രോ ഇൻ എവറിത്തിങ്. സോ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാണ് എല്ലാ സാധനങ്ങളും. പാട്ടിൽ ഇഷ്ടമുള്ളതൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ത്യൻ ഐഡലില് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വളരെ നല്ല റിവ്യൂസ് ആണ് ജഡ്ജസിന്റെ കയ്യിൽ നിന്നൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓഡിയൻസിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് സ്നേഹം കിട്ടുന്നുണ്ട്. സോ ഹൗ ഹാസ് യുവർ ജേർണി ബീൻ ഓൺ ഇന്ത്യൻ ഐഡൽ സോ ഫാർ? ഒറ്റ വാക്കിൽ പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം തിരിഞ്ഞു നോക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് തന്നെ ഓർക്കാൻ പറ്റണില്ല. കാരണം ഒരു പ്രത്യേകിച്ച് ഒരു എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ ചുമ്മാ വന്നതാ. എന്റെ പ്ലാനിലൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ ഐഡലിൽ വരണം എന്നുള്ളത്. ഒറ്റ വാക്കിൽ പറയാൻ കഴിയില്ല. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. 10 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ കേൾക്കാൻ ഞങ്ങൾ തയ്യാറാ. ഓഡിഷൻ മുതൽ പറയട്ടെ എന്നാ. പിന്നല്ലാണ്ട് അത് കേൾക്കാനല്ലേ ഞങ്ങൾ. അപ്പോ ഫസ്റ്റ് ഒരു വീഡിയോ ഓഡിഷൻ കൊടുത്തു, സെലക്ട് ചെയ്തു. ഓഡിഷൻ വന്നപ്പോ ഞാൻ എന്റെ ടിവിയിൽ കാണിച്ച ഓഡിഷന്റെ അതേ ഡ്രസ് ഇട്ടിട്ട് തന്നെയാ വന്നത്. സെലക്ട് ആയ കുട്ടികൾ അന്ന് കുറെ പേര് സെലക്ട് ആയി. മലയാളികളെ ഞാൻ അന്ന് കുറെ പേര് കണ്ടിരുന്നു ഓഡിഷന്, പക്ഷെ അവരാരും സെലക്ട് ആയില്ല. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം വീണ്ടും കള്ളിങ് ഗ്രൗണ്ട്സ് ഉണ്ടായിരുന്നു. അതായത് സെലക്ട് ആയ ആൾക്കാരിൽ നിന്ന് തന്നെ വീണ്ടും അവർ ഫിൽട്ടർ ചെയ്ത് കളഞ്ഞു. അങ്ങനെ ഫൈനലി ആണ് നമ്മൾ കാണുന്ന ഓഡിഷനിലേക്ക് എത്തുന്നത്. ആ ഓഡിഷന്റെ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എക്സൈറ്റ്മെന്റിന്റെ ഒരു എന്താ പറയാ മൂർധന്യാവസ്ഥ എന്നൊക്കെ പറയില്ലേ, അതിലിരിക്കുവായിരുന്നു. ഓഡിഷൻ കൊടുത്തു എന്താ സംഭവിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഫൈനൽ ഓഡിഷൻ എന്ന് പറയുന്നതാണ് ഹൈറാമ പാടിയത് അല്ലേ? സ്വരൊക്കെ ചേർത്ത് പാടിയത്. അതാണ് നമ്മൾ ഫൈനൽ ജഡ്ജസിന് മുമ്പിലുള്ള ഓഡിഷൻ. അതിന് മുന്നേ ഒരുപാട് ഓഡിഷൻസും ഫിൽറ്ററിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ടിവി ഓഡിഷനിലേക്ക് എത്തുന്നത്. ഓക്കെ. ഈ ഫസ്റ്റ് ഓഡിഷൻ തന്നെ ബോംബെയിലായിരുന്നു അതോ കേരളത്തിൽ തന്നെ ഓഡിഷൻ? മുംബൈയിലായിരുന്നു. ഈ ഫൈനൽ ഓഡിഷന് അന്നാണോ ഫസ്റ്റ് ആയിട്ട് ശ്രേയ ഘോഷാലിനെയും വിശാൽ സാറിനെയും ഒക്കെ കാണുന്നത്? അല്ല അതിനു മുമ്പ് അവരെ കണ്ടിട്ടുണ്ടോ? അന്നാണ് കാണുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഈ ഓഡിഷൻ കണ്ടപ്പോ, അതായത് അന്ന് ആദ്യം ഇവരെ കാണുമ്പോ തന്നെ ഇവരോട് ഇത്ര ഫ്രീ ആയിട്ട് സംസാരിക്കാനും അവരോട് കാര്യങ്ങൾ, പിന്നെ ഹിന്ദി ആണെങ്കിൽ മേ ജോജി ഹും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ പരിപാടികളാണ്. പക്ഷെ ഒട്ടും ഒരു ഭയം കൂടാതെ അവരോട് സംസാരിക്കാനൊക്കെയുള്ള ആ ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ്? ഈ ട്രെയിനിങ് എന്തെങ്കിലും ഇന്ത്യൻ ഐഡൽ ടീം തന്നതാണോ, ഓർ യു ആർ ലൈക്ക് ദാറ്റ്? ലൈഫ് പഠിപ്പിച്ചതാണ്. ഞാൻ ഇത്ര കോൺഫിഡന്റ് ആയിരുന്ന ഒരാളല്ലായിരുന്നു. ചെറുപ്പത്തിൽ പിന്നെയും കുറച്ച് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കുറച്ച് വളർന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ കോൺഫിഡൻസ് കുറച്ച് ഡിമ്മായിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കയറി വന്നതാണ്. സത്യം പറഞ്ഞാൽ എന്റെ ഓഡിഷന്റെ ഒരു വീക്ക് ഫുള്ള് ഞാൻ കരയുമായിരുന്നു. ഫുള്ള് ഇരുന്ന് കുറെ പ്രോസസ് ചെയ്യും. ഞാൻ കുറെ പ്രോസസ് ചെയ്ത് കുറെ കരഞ്ഞ് തലേ ദിവസം എന്നോട് ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യം സ്റ്റേജിൽ പ്രസന്റ് ചെയ്തു എന്നുള്ള സംഭവമാണ്. അതായത് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഐ എം ഹിയർ ടു ഫീൽ അലൈവ്. എപ്പോഴും മനസ്സിൽ ആലോചിക്കുന്ന ഒരു കാര്യം അത്. ഞാൻ എന്റെ തിയേറ്റർ റൗണ്ടിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഇവിടെ കോമ്പീറ്റ് ചെയ്യാനല്ല വന്നേക്കണേ, കണക്ട് ചെയ്യാനാ വന്നേക്കുന്നത്. ഇംപ്രസ് ചെയ്യാനല്ല, എക്സ്പ്രസ് ചെയ്യാനാ വന്നേക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം പറയുവാണ്. പിന്നെ എനിക്ക് ഒന്നും ആലോചിക്കണില്ല. ഞാൻ അങ്ങ് ജസ്റ്റ് ബീങ് മൈസെൽഫ് ആൻഡ് ജസ്റ്റ് ബി ദെയർ. അങ്ങനെ ഒരു ഇതിലങ്ങ് പോവായിരുന്നു. ഹിന്ദി എനിക്ക് മനസ്സിലായൊന്നുമില്ല. ഫസ്റ്റ് അവർ പറഞ്ഞ കുറെ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. ഒരു ഏകദേശം ഐഡിയ വെച്ചിട്ട് ഇത് എന്നെ പ്രൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിൽക്കാം. ഇതെന്തോ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഒരു ഇതിലങ്ങ് നിൽക്കുമായിരുന്നു. ഫസ്റ്റ് ഓഡിഷൻ അങ്ങനെ ആയിരുന്നു. ആദ്യത്തെ ഒരു മാസം സത്യം പറഞ്ഞാൽ എന്റെ ബഫറിംഗ് ആയിരുന്നു. എന്റെ സിസ്റ്റം ഫുൾ ബഫറിങ്ങും ഹാങ്ങിങ്ങും ആയിരുന്നു. പറയണമെന്നും എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. കുറെയൊക്കെ ഇങ്ങനെയൊക്കെ നിൽക്കും. ഈ ഹിന്ദി സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പാടുമ്പോ ഡിക്ഷൻ ഒക്കെ ഇത്ര പെർഫെക്റ്റ് ആണല്ലോ, അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാറ്? പാടുമ്പോ ഡിക്ഷൻ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. പക്ഷെ എനിക്ക് അതാണ് ഒരു മെയിൻ ഒരു ചാലഞ്ച് ഇവിടെ വന്നിട്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം ആ പാട്ട് നന്നായിട്ട് കേൾക്കും. എന്നിട്ട് ചാറ്റ് GPT അതിന്റെ മീനിങ് ഒക്കെ നോക്കും. അതിന്റെ വേർഡ് ബൈ മീനിങ് നോക്കും. അതിന്റെ മൊത്തത്തില് പാട്ടിന്റെ ഫീൽ വെച്ചിട്ടുള്ള മീനിങ് നോക്കും. പിന്നെ ഓഡിഷന് മുന്നേ ഇതായിരുന്നു ചെയ്തോണ്ടിരുന്നത്. ഇവിടെ വന്നതിന് ശേഷം സെലക്ട് ആയതിനു ശേഷം നമുക്കൊരു മ്യൂസിക് ടീം ഉണ്ട്. പിന്നെ കണ്ടസ്റ്റൻസ് എല്ലാവരോടും ഞാനിങ്ങനെ സംസാരിച്ച് ബെറ്റർ ആവുന്നുണ്ട്. അവരെല്ലാവരും എന്നെ കറക്റ്റ് ചെയ്യുന്നുണ്ട്.
ഉം. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വേർഡ് എടുക്കുമ്പോൾ തന്നെ അത് എങ്ങനെയാ പറയണമെന്ന് അവർ ഓരോരുത്തരും പറയുന്ന രീതി ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ 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 ഇമ്പ്രൂവ് ചെയ്ത് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു 1 വീക്ക് ഒരു പാട്ട് പ്രിപ്പയർ ചെയ്യാൻ കിട്ടുന്നത്. നമുക്ക് ഓരോ വീക്കും നമുക്ക് ചലഞ്ചിങ് സോങ്സ് കിട്ടിക്കൊണ്ടിരിക്കുക ഡിപ്പെൻഡിങ് ഓൺ ദ ഗസ്റ്റ് കമ്മിങ്. സോ അതിനനുസരിച്ച് ഒരു 1 വീക്കിൽ പ്രിപ്പയർ ചെയ്യുന്ന സാധനങ്ങൾ കറക്റ്റ് ആ പാടുന്ന മൊമെന്റിൽ കറക്റ്റ് വായിൽ വരണമെന്നില്ല. അപ്പൊ അങ്ങനെ രീതിയിൽ പെർഫെക്റ്റ് ഒന്നും അല്ല. ബട്ട് സ്റ്റിൽ ഇതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ടാണ് കാണുന്നത്. പെർഫെക്റ്റ് ആവാനായിട്ടല്ല ഇവിടെ വന്നേക്കണേ എന്നുള്ളൊരു സംഭവം ഞാൻ ഉള്ളിൽ ഇങ്ങനെ എപ്പോഴും വെച്ചിട്ടുണ്ട്. ആ പ്രഷർ എടുക്കുന്നില്ല, ഇത് ഇത്ര വലിയ സ്റ്റേജ് ആണ് എനിക്ക് ഇങ്ങനെ ചെയ്യണം, അങ്ങനത്തെ പ്രഷർ ഒന്നുമില്ല. യു ജസ്റ്റ് എൻജോയിങ് എവറി മൊമെന്റ് ഓഫ് ഇറ്റ്. Yes, yes. Right? What is the biggest compliment you have received from the judges specifically? ഫസ്റ്റ് ഓഡീഷനിൽ, അതായത് ഇന്നത്തെ കാലത്ത് സ്വന്തം ഒരു ഐഡന്റിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമാണ്. Right. വേറെ ആരും ഇമിറ്റേറ്റ് ചെയ്യാതെ സ്വന്തമായിട്ട് ഒരു സംഭവം പേഴ്സണാലിറ്റിയിലും പാട്ടിലും അത് കാണിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലുള്ള ഒരു ഇത് കിട്ടിയത് ഭയങ്കര അടിപൊളി ഒരു സംഭവം എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു അമൃത ആവാനായിട്ട്. Right. ഈ ഒരു അമൃതേനെ അക്സെപ്റ്റ് ചെയ്തത് ഇവിടെയാണ്. അത് ഇത്രയും അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു മുന്നേയും, പക്ഷെ എനിക്ക് ഒരുപാട് ഇത് കിട്ടിയിട്ടുണ്ട്. ഐ മീൻ എന്താ പറയാ, ഇങ്ങനെ ആവരുതെന്നും അല്ലെങ്കിൽ ഇങ്ങനെ മാറണം എന്നൊക്കെ നീ ഫിറ്റ് ഇൻ ചെയ്യാനായിട്ട് എപ്പോഴും പറയുമായിരുന്നു. ഉം. ഈവൻ വിത്തിൻ മൈ ഫാമിലി, വിത്തിൻ മൈ സൊസൈറ്റി സറൗണ്ടിങ്സ്, അത് ഞാൻ വേറെ സ്ഥലത്ത് പോയ സമയത്തൊക്കെ അവിടെ നിന്നൊക്കെ പറയുമായിരുന്നു ബി ഫിറ്റ് ഇൻ എന്ന് പറയുമായിരുന്നു. ആ Right. ഫിറ്റ് എന്ന് പറയുമ്പോ ഞാൻ എന്നെ ചുരുക്കുക. പക്ഷെ ഇവിടെ വന്നപ്പോ ഞാൻ അതൊക്കെ മറന്നേ പോയി. ഞാൻ Correct. ഫിറ്റ് ഒന്നും ചെയ്തില്ല, ഞാൻ അങ്ങ് ഇതാവായിരുന്നു. അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് തന്നെ സെലിബ്രേറ്റ് ചെയ്യുക ഇവിടെ. Lovely. അത് ഭയങ്കര സംഭവമായിരുന്നു. ഈ ഓഡിഷനിൽ പാടുമ്പോ ഹൈറാമ പാടുമ്പോ സ്വരങ്ങളൊക്കെ പാടിക്കഴിഞ്ഞാൽ ടുവേർഡ്സ് ദ എൻഡ് കൈ ഇങ്ങനെ വെച്ച് പാടുന്നില്ലേ? ആ. അതൊരു ഇംപ്രോംപ്റ്റോ പെർഫോമൻസ് ആണോ? അത് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നോ? ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് ഒന്നും പ്ലാൻഡ് അല്ല, ഒന്നും പ്ലാൻഡ് അല്ലായിരുന്നു. വെച്ച് അലക്കാണ് ആ. ഇരിക്കട്ടെ. അത് ആക്ച്വലി ഞാൻ എന്നെ കോൺഫിഡന്റ് ആക്കുന്ന രീതിയും കൂടി ആയിരിക്കാം. എനിക്ക് സബ് കോൺഷ്യസ്ലി ഞാൻ എന്നെ പുഷ് ചെയ്യുന്നതും കൂടി ആയിരിക്കാം. കാരണം അത്രയും വലിയൊരു സ്റ്റേജിൽ ഞാൻ നിൽക്കുക. അപ്പോഴും ഞാൻ ആലോചിക്കുമ്പോൾ കുറെ സ്ഥലത്ത് ഞാൻ അങ്ങനെ പിടിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ ഇപ്പോഴാണ് ആലോചിക്കുന്നത്. ഇതുവരെയും പാടിയതിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള സോങ് ഏതായിരുന്നു ഇന്ത്യൻ ഐഡൽ? ടെക്നിക്കലി ചലഞ്ചിങ് ആയിട്ടുള്ള സോങ് ഹേറാമ തന്നെയാണ്. ഓക്കെ. പക്ഷെ ഞാൻ സ്റ്റേജിൽ കയറുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ചലഞ്ചിങ് ആയിട്ടൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു. കാരണം ഞാൻ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ആ സോങ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഒരു എപ്പിസോഡ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് എന്റെ 4th പെർഫോമൻസ് ആയിരുന്നു. 4th പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഫർഹാൻ അക്തർ വന്ന എപ്പിസോഡ് സോച്ചാഹെ എന്ന് പറഞ്ഞ സോങ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളപ്പോ ആ ടീമിലേക്ക് കയറുകയാണ്, അതായത് ഇന്ത്യൻ ഐഡലിലേക്ക് കയറുകയാണ്. അവിടെയുള്ള ആൾക്കാര് ഹിന്ദി കേട്ട് സിസ്റ്റം ഹാങ് ആയിരിക്കുകയാണ്. പുതിയ സോങ് 2 സോങ് ക്ലബ് ചെയ്തിട്ടാണ് ആ ദിവസം തരണത്. അപ്പൊ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവണില്ല. ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് മനസ്സിലാവണത് 2 സോങ് എനിക്ക് പാടാനുണ്ട് എന്നൊക്കെ ഉള്ളത്. കാരണം ഹിന്ദി കറക്റ്റ് മനസ്സിലാവണില്ലല്ലോ. അപ്പൊ ഞാൻ ഒരു സോങ് മാത്രം മര്യാദയ്ക്ക് പഠിക്കുന്നുള്ളൂ. ഫസ്റ്റ് പാടുന്ന സോങ് മര്യാദയ്ക്ക് ഞാൻ പഠിക്കുന്നില്ല. അത് കഴിഞ്ഞ് പാടുന്നതിന്റെ 2 ദിവസം മുമ്പ് ഞാൻ ഈ പാട്ട് പഠിക്കണം. അപ്പൊ ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോ ഞാൻ ടെക്നിക്കൽ റിഹേഴ്സലിന്റെ അന്ന് ഞാൻ ഈ വരി ഫുള്ള് മറന്നുപോയി, തെറ്റിയ പാടുന്നത്. ഈവൻ റിയൽ ഷൂട്ടിന്റെ അന്നും തൊട്ട് മുന്നേ എനിക്ക് ലിറിക്സ് മറന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ സ്റ്റേജിൽ വന്ന് കട്ട് സ്റ്റാർട്ട് ചെയ്ത് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് എങ്ങനെയോ എന്റെ മനസ്സിലാ ലിറിക്സ് വന്നു. ലിറിക്സ് ഫുള്ള് പാടി തീർത്തു. അപ്പൊ അത് ആ രീതിയിൽ എന്നെ പുഷ് ചെയ്ത പോലെ, ഐ കെപ്റ്റ് മൈ പ്രോമിസ് എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ആ ഒരു രീതിയിൽ ചലഞ്ചിങ് ആയിരുന്നു. പക്ഷെ അതങ്ങനെ അങ്ങ് പോയി. ലവ്ലി. ഇനി നമ്മള് ഇന്ത്യൻ ഐഡൽ സ്റ്റേജ് വിട്ടിട്ട് ലെറ്റ്സ് ഗോ ആൻഡ് ടോക്ക് അബൌട്ട് യുവർ കൊളാബറേഷൻ വിത്ത് ദ AR റഹ്മാൻ സർ. 99 മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് റഹ്മാൻ സർ ഒരു കണ്ടസ്റ്റ് നടത്തിയിരുന്നു. അപ്പൊ ആ കണ്ടസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ മൂവിയിലെ പാട്ടുകളിൽ ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് റെക്കോർഡ് ചെയ്ത് കവർ ചെയ്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാം. അതിൽ നിന്ന് സാറ് ഒരാളെ സെലക്ട് ചെയ്യുന്നുള്ള രീതിയിലായിരുന്നു. അത് ഒരു ഹോൾ വേൾഡിൽ നടന്നൊരു കോൺടെസ്റ്റ് ആണല്ലോ. അപ്പൊ അതിൽ നിന്നൊരു 10 പേരെ സെലക്ട് ചെയ്തതിൽ എനിക്ക് പാർട്ടാവാൻ പറ്റി. സാറായിട്ട് സൂമിൽ സംസാരിക്കാൻ പറ്റി. വിത്തിൻ ഫ്യൂ ഡേയ്സ് സെറ്റ് ചെയ്തതാണ്. അതായത് നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു സോങ് സെലക്ട് ചെയ്യും. സോങ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മള് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇംപ്രവൈസേഷൻ ചെയ്യാന്നുള്ളത് അത് ഇവര് അനുവദിച്ചു എന്നുള്ളതും കൂടിയാണ്. ഈ പറഞ്ഞ ബി യുവർ സെൽഫ് എന്നുള്ള സംഭവം ഞാൻ ചെയ്ത സാധനം അവർ ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ അങ്ങ് ചെയ്തു. Now let's come to your own work, right? There are 2 works that I would like to talk about. One is Naam Nila and another is Apupandadi. രണ്ടും ആ ടൈറ്റിൽ തന്നെ രണ്ടും അജഗജാന്തരം വ്യത്യാസമുണ്ട്. ഒന്ന് നോർത്ത് പോൾ, ഒന്ന് സൗത്ത് പോൾ. So give us more details about your
അപ്കമിങ് ആൽബം? അപ്പൂപ്പൻ താടി എന്റെ സ്വന്തം പാട്ടാണ്. സ്വന്തം പാട്ടെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ കമ്പോസ് ചെയ്ത ഒരു പാട്ടാണ്. അതിൽ എന്റെ ലൈഫ് പറയുന്നുണ്ട്. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് ബാക്കിയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ എന്റെ ഇപ്പൊ ജീവിക്കുന്ന ലൈഫ് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കും, അമൃത എങ്ങനെ ഈ ഒരു കോൺഫിഡൻസിലേക്ക് എത്തിയേ, അമൃതയുടെ തൊട്ട് മുന്നത്തെ ലൈഫിൽ അമൃതയ്ക്ക് എങ്ങനെ ഫീൽ ചെയ്തേ. കുറെ നാളായിട്ട് ടു ബി സീൻ എന്നുള്ളൊരു സംഭവത്തിലേക്ക് എത്തുന്നതിന് മുന്നേ ഉള്ള നമ്മുടെ ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ ഒരു ഇതുണ്ടല്ലോ, ആ സ്പേസിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു പുഷ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സോങ് ആണ് ഈ അപ്പൂപ്പൻ താടി. അപ്പോ ആ രീതിയിൽ എനിക്ക് ഉടനെ പാട്ട് ഇറക്കണമെന്നുണ്ട്. ഈ പാട്ട് ഇറക്കാൻ ഇതിൽ വർക്ക് ചെയ്തേക്കുന്നത് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലെ ഒരു ലെജൻഡറി ഗിറ്റാറിസ്റ്റ് ഉണ്ട്, സുമേഷ് പരമേശ്വർ. സുമേഷ് ചേട്ടനാണ് എനിക്ക് ഈ വർക്ക് ഗിറ്റാർ വായിച്ച് പ്രൊഡക്ഷൻ ഫുള്ള് ചെയ്തത്. അപ്പോ അതും ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഞാൻ ചേട്ടനായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചൊരു സംഭവമല്ല. ഈ പാട്ട് ഞാൻ ചേട്ടനെ കേൾപ്പിച്ചപ്പോൾ ചേട്ടന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ ചേട്ടൻ ഇങ്ങോട്ട് പറയായിരുന്നു ഗിറ്റാർ വായിക്കാലോ എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ എന്റേതായ രീതിയിൽ പ്ലാൻ ചെയ്ത് ഒരു ഗിറ്റാർ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഐ മീൻ കോഡ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടനെ അത് കേൾപ്പിച്ച് ചേട്ടന്റെ ഇൻപുട്ട് ഇട്ടപ്പോ വേറെ ലെവലായി സാധനം വേറെ ലെവലായി. അപ്പൊ അങ്ങനെ ആ രീതിയിൽ ഞാൻ ഭയങ്കരമായിട്ട് ലുക്കിംഗ് ഫോർവേഡ് ആയിട്ടിരിക്കുന്ന ഒരു വർക്കാണ് അപ്പൂപ്പൻ താടി. എനിക്കത് നന്നായിട്ട് ലോഞ്ച് ചെയ്യണമെന്നുണ്ട്, ഭയങ്കര അടിപൊളിയായിട്ട് ലോഞ്ച് ചെയ്യണമെന്നുണ്ട്. പിന്നെ നാംനില എന്നുള്ള വർക്ക് ആക്ച്വലി ഒരു 2.5 വർഷം മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ റാൻഡംലി എനിക്കൊരു മെസ്സേജ് വന്നു. അവർ ഓസ്ട്രേലിയ മെൽബണിൽ നിന്നാണ് അവർ സംസാരിക്കുന്നത്. അവരുടെ കയ്യിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ഫുള്ളായിട്ട്. അതിന് പാട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടാണ് അവരുടെ അടുത്തേക്ക് വന്നത്. പാട്ട് ഫുള്ള് ചെയ്യും, മ്യൂസിക് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ അവര് തന്നെ തന്ന തീമിനനുസരിച്ച് അവരൊരു ടൈം ലൈൻ തന്നിട്ട് ആ ടൈം ലൈനിനനുസരിച്ച് ഉണ്ടാക്കിയ പാട്ടാണ്. ലിറിക്സും അവർ തന്നെ കണക്ട് ചെയ്ത് വന്നൊരു ലിറിസിസ്റ്റ് വിജയ് എന്ന് പറഞ്ഞിട്ട്, വിജയ് രാജ് എന്ന് പറയുന്ന ഒരു ലിറിസിസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് ഉണ്ടാക്കിയൊരു പാട്ടാണ്. അത് ഈ പറഞ്ഞ പോലെ ഒരു വിത്തിൻ 1 വീക്ക് അതിന്റെ ട്യൂണെല്ലാം സെറ്റ് ചെയ്തു. പിന്നീട് ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റിനനുസരിച്ച് അവർ സ്ക്രിപ്റ്റും ടൈം ലൈനൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിനനുസരിച്ച് 1-2 ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുത്തി പ്രൊഡക്ഷനൊക്കെ ചെയ്ത് അങ്ങനെ സെറ്റായി റെഡിയായി ഇരിക്കുകയാണ്. അത് വീഡിയോയും ഓഡിയോയും എല്ലാം റെഡി ആയിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ റൈറ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അതിന് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. We wish you all the very best. അപ്പൊ അമൃത, നാംനില, അപ്പൂപ്പൻ താടി 2 അപ്കമിങ് വർക്കും ഞങ്ങളുടെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ. പക്ഷെ ഇതിൽ എന്താ അറിയോ ഒരു സങ്കടം, ഇതിപ്പോ 2ഉം റിലീസ് ആവാത്ത വർക്കായതുകൊണ്ട് ഐ കനോട്ട് ആസ്ക് യു ടു സിംഗ് ഹിയർ. പക്ഷേ അമൃത കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ എഴുതി റിലീസ് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ സോങ് ഉണ്ട്, കടലിനാഴം. Right? Yeah. Can I request you to sing a few lines of that song? And can you tell us how you got to that song? കടലിനാഴത്തിന്റെ വരി ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ വരിയാ. ഞാനത് എഴുതിയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ എന്റെ ഹോസ്റ്റലിൽ ഇരുന്നിട്ടാണ് അത് എഴുതണത്. ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം കാണാത്ത ഒരു കുട്ടി ലോകം കാണാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ക്രേവിംഗിൽ നിന്ന് ഉണ്ടായ ഒരു പാട്ടാണത്. അത് എഴുതിയ സമയത്ത് ചുമ്മാ എഴുതിയതാ, പാട്ട് ഇറക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ചുമ്മാ എഴുതിയൊരു പാട്ടാ. ആ സമയത്ത് എനിക്ക് ആകെ 1-2-3 അറിയാവുന്ന കോഡ് വെച്ചിട്ട് ഉണ്ടാക്കിയ പാട്ടാ. അത് അന്ന് എന്റെ കയ്യിലൊരു യുക്കുലേല ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ. അപ്പൊ ആ യുക്കുലേല യൂസ് ചെയ്തിട്ട് ചുമ്മാ ഉണ്ടാക്കിയൊരു പാട്ടാ. പിന്നീട് അത് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് ക്രിഞ്ച് അടിക്കുമായിരുന്നു. എനിക്കത് ഇറക്കാനൊന്നും തോന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്റെ ചേട്ടൻ എന്നെ കളിയാക്കുമായിരുന്നു ആ പാട്ട്. ആ പാട്ട് ഇങ്ങനെയാണ്, അതായത് കടലിനാഴമറിയണം ആകാശത്തിൻ തേരിൽ പായണം, ഒരു കിളിയായി അവളേകയായി ഈ ലോകം മുഴുവൻ സഞ്ചരിക്കണം. ലവ്ലി ലവ്ലി. വാക്കുകൾക്ക് സത്യം ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. അന്ന് എഴുതിയത് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ സഞ്ചരിച്ചു, ബോംബെ വരെ എത്തി. ഇനി അവിടെ കവാടം തുറന്ന് ലോകം മുഴുവൻ സഞ്ചരിക്കാം. ബ്യൂട്ടിഫുൾ സോങ്. താങ്ക് യു. ഈ പാട്ട് ഒരുപാട് ഇന്റർമീനിങ്സ് ഉണ്ട് ഇതില്. ഒരു പെൺകുട്ടിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ ഇതൊരു മ്യൂസിക് വീഡിയോ ആയിട്ട് റിലീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. Right. Lovely. Thank you. And I think this is the right time to ask you this question. So, you as a singer, you're working ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, റിയാലിറ്റി ഷോയിൽ വരുന്നുണ്ട്, പല പല ആർട്ടിസ്റ്റ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഐ തിങ്ക് ദിസ് ലാൻഡ്സ്കേപ്പ് ഫോർ എ സിംഗർ ഹാസ് ചേഞ്ച്ഡ് അല്ലേ. പണ്ട് ഒരു 20 years ബാക്ക് ഒക്കെ ആണെങ്കിൽ ദ ഐഡിയ വാസ് സിനിമയിൽ ഒരു പാട്ടുകാരിയാവുക,
അല്ലെങ്കിൽ പാട്ടുകാരനാവുക, പ്ലേ ബാക്ക് സിംഗിങ് എടുക്കുക, ഒരു കരിയർ സ്ഥാപിക്കുക. ഇപ്പൊ മേ ബി ദ ഓപ്പർച്യൂണിറ്റീസ് ആർ ബിഗർ, പക്ഷെ ചലഞ്ചസ് മേ ബി ഡിഫറെന്റ്. അപ്പൊ ഇപ്പൊ വളർന്നു വരുന്ന ഒരു അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂ കാണുന്ന ഒരു ആസ്പയറിംഗ് സിംഗർ ആണെന്ന് വെക്കുക, അവർക്ക് വാട്ട് വിൽ ബി യുവർ 2 cents? ഒരു അഡ്വൈസ് എന്നല്ല, പക്ഷെ യുവർ ഒരു ഗൈഡൻസ്, ലൈക്ക് യുനോ, ഹൗ ഡു യു തിങ്ക് വൺ ഷുഡ് തിങ്ക് ഓഫ് ഷേപ്പിംഗ് ദെയർ കരിയർ ആസ് എ സിംഗർ ഇൻ ടുഡേസ് വേൾഡ്? ഞാനിങ്ങനെ ചിന്തിക്കുമ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാനിങ്ങനെ ഓരോന്ന് ചെയ്ത് നോക്കുക. എനിക്ക് എനിക്കിങ്ങനെ ഒരു ഗോഡ് ഫാദർ ഒന്നും ഇല്ല എന്നെ ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ട്. എന്റെ വീട്ടില് അച്ഛനും അമ്മേനെയൊക്കെ മ്യൂസീഷ്യൻ ആവാനായിട്ട് കൺവിൻസ് ചെയ്യാനായിട്ട് എനിക്ക് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട്. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എ.ആർ. റഹ്മാനെ മീറ്റ് ചെയ്യണം എന്നുള്ളൊരു ഡ്രീം എന്റെ അച്ഛനോട് പറയുമ്പോൾ അച്ഛന് എ.ആർ. റഹ്മാൻ ആരാന്ന് ചോദിക്കുമായിരുന്നു. കാരണം എന്റെ ഫാമിലിയിൽ ആരും അങ്ങനെ മ്യൂസിക്കില് ഇൻട്രസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത്ര നോളജബിൾ ആയിട്ട് അല്ലെങ്കിൽ മ്യൂസിക് ഫീൽഡിലുള്ള ആൾക്കാരെ പറ്റിയിട്ടോ മ്യൂസിക്കിൽ അമൃതയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നോ ഒന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ പ്ലേ ബാക്ക് സിംഗിങ്ങോ അങ്ങനെ എങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള സംഭവമൊന്നും ഇല്ല. ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ എന്തൊക്കെയോ ചെയ്തിടുക. ഞാൻ എന്റെ കോളേജ് ടൈമിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കോളേജിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ക്ലാസ്സിലിരിക്കും പാടാൻ വേണ്ടിയിട്ട്. കാരണം തിരിച്ച് ഹോസ്റ്റലിൽ വന്ന് എന്റെ റൂമിൽ 6 പേരുണ്ട്, അവിടെ ഇരുന്ന് എനിക്ക് മര്യാദയ്ക്ക് പാടാൻ പറ്റില്ല. എനിക്ക് പാടുന്നത് ഒരു സന്തോഷമായിരുന്നു. അപ്പൊ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് പാട്ട് പാടി ക്ലാസ് റൂമിൽ ഇരുന്ന് പാടി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 1-2 വീഡിയോ ഒക്കെ വൈറലാകാൻ തുടങ്ങി. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യാം. എനിക്ക് ഇഷ്ടമാണ്. എന്റെ വേ ഓഫ് എക്സ്പ്രസിംഗ് ആണ് എന്റെ മ്യൂസിക്. എനിക്ക് എന്റെ പാട്ട് ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്ന പാട്ട്, ഒരു പാട്ട് ഞാൻ റിലീസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഞാൻ ഒരുപാട് പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കത് റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ഇതില്ല. ഞാൻ എവിടെ കൊണ്ട് റിലീസ് ചെയ്ത് ആരാ കേൾക്കുന്നത്? അപ്പൊ അങ്ങനെ കേൾക്കുന്ന രീതിയിൽ ഉള്ള രീതിയിൽ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പരിപാടികൾ ചെയ്യണു. പിന്നെ ഈ പറഞ്ഞ പോലെ എക്സ്പ്രസ് ചെയ്യണം. എനിക്ക് എന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള കാര്യങ്ങളായിട്ടാണ് ഞാൻ എന്റെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ചെയ്യണത്. എനിക്ക് ലൈവ് പെർഫോം ചെയ്യണത് എനിക്ക് ഭയങ്കര എനർജി തന്നൊരു സംഭവമാണ്. അപ്പൊ അങ്ങനെ ലൈവ് പെർഫോം ചെയ്യണു. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ ഈ പറഞ്ഞ ലൈഫിനെ എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ 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 ചെയ്ത് നോക്കുവാണ്. എനിക്ക് അറിഞ്ഞൂടാ സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ അങ്ങ് ചെയ്യുവാണ്. എനിക്ക് അറിഞ്ഞൂടാ. ഇതൊരു പരീക്ഷണശാല എടുത്തിട്ട് ഇങ്ങനെ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഏതാ വർക്കാണ് നമുക്ക് ആ ലൈൻ അങ്ങോട്ട് പിടിക്കാം. പക്ഷെ വെരി നൈസ്. ഞാനൊന്ന് ഒരു സംശയം ചോദിക്കട്ടെ. അമൃത ഇപ്പൊ പറഞ്ഞല്ലോ, വീട്ടിൽ കുറെ കൺവിൻസ് ചെയ്തിട്ടാണ് പാട്ടുകാരി ആവാൻ ഉള്ള ഒരു പെർമിഷൻ ഒക്കെ കിട്ടുന്നത്. അപ്പൊ ചെറുപ്പത്തില് പാട്ട് പഠിക്കാനുള്ള ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുണ്ടോ? ആർ യു ജസ്റ്റ് സെൽഫ് ട്രെയിൻഡ്? അല്ല പറഞ്ഞുതരാം. അതായത് എന്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു പാട്ട് പഠിക്കുക എന്നുള്ളതും. അപ്പൊ അമ്മയ്ക്ക് അത് സാധിച്ചില്ല. അപ്പൊ അമ്മയുടെ ഒരു ആഗ്രഹത്തിലാണ് എന്നെ പാട്ട് പഠിപ്പിക്കാൻ കൊണ്ട് ചേർക്കുന്നത്. പെരുമ്പാവൂർ, എന്റെ വീട് പെരുമ്പാവൂരാണ്. അപ്പൊ പെരുമ്പാവൂർ തന്നെ എന്റെ ടീച്ചർ രാജലക്ഷ്മി അശോകൻ. അപ്പൊ ടീച്ചറിന്റെ അടുത്ത് കൊണ്ട് ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചറിന്റെ അടുത്ത് കൊണ്ടാക്കിയതാ. അപ്പൊ ടീച്ചറാണ് എന്നെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. അതായത് വളരെ സ്ലോ ആയിട്ട് ടീച്ചർ പഠിപ്പിക്കണത്. അതായത് ഇങ്ങനെ പാട്ടുകാരി ആവാൻ വേണ്ടിയിട്ടല്ലായിരുന്നു അന്നത്തെ ട്രെയിനിങ്. എന്റെ ആ സമയത്ത് എനിക്കൊരു ഹോബി പോലെ എല്ലാ ദിവസവും എല്ലാ ശനിയും ഞായറും രാവിലെ 7 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ അവിടെ ക്ലാസ്സിൽ പോയിരിക്കും. അവിടെ എന്താ ചെയ്യണം, എന്താ പഠിക്കുന്ന ടീച്ചർ ഇങ്ങനെ പാടും, അത് കേൾക്കും, അത് പാടും. അല്ലാതെ അങ്ങനെ ഒരു സംഭവമായിരുന്നു. അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര എന്താ പറയാ, അമ്മ പാടുന്ന കേട്ടിട്ട് ഞാൻ പാടുമായിരുന്നു. അമ്മ ഇങ്ങനെ പാട്ടുകൾ കേൾപ്പിക്കുമായിരുന്നു. അങ്ങനെ പാട്ടുകളൊക്കെ കേൾക്കണ പാട്ടൊക്കെ പാടാനും ഭയങ്കര ഇഷ്ടമാണ്. എവിടെ സ്റ്റേജ് കിട്ടിയാലും അമ്മ അങ്ങനെ പറയാം, എവിടെ സ്റ്റേജ് കിട്ടിയാലും ഓടിക്കേറി അവരുടെ അടുത്ത് പോയി ചോദിക്കും, ഞാൻ പാടിക്കോട്ടെ എന്ന് ഞാൻ തന്നെ പോയി ചോദിക്കുന്നു. അപ്പൊ ഞാൻ തന്നെ പോയി ചോദിച്ചു അങ്ങനെ പാടുമായിരുന്നു അങ്ങനെ. പക്ഷെ അന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ സിംഗർ ആവണം, ഇതിനൊരു പ്രൊഫഷൻ ആക്കണം എന്ന് ഞാനും വിചാരിച്ചിട്ടില്ല, അവരും വിചാരിച്ചിട്ടില്ല. അവരൊരു ഇതുപോലെ അവിടെ പാടുന്നുണ്ട്, എന്നാ പിന്നെ പാട്ട് പഠിപ്പിക്കാൻ ചേർക്കാന്നുള്ള രീതിയിൽ ക്ലാസ്സിൽ പോവും. അതിന്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ, പക്ഷെ അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ റിയാലിറ്റി ഷോ സംഭവങ്ങളിലൊന്നും ഈ പറഞ്ഞ പോലെ അത്ര അച്ഛൻ അങ്ങനെ അത്ര വലിയ ഇതുണ്ടാവില്ല. പിന്നെ അച്ഛൻ എപ്പോഴും പറയും ഇവരൊന്ന് റെഡി ആയിട്ടില്ല, കുട്ടിയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ആ സമയത്ത് ആകെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് സ്കൂൾ കലോത്സവങ്ങളിൽ കൊണ്ടുപോയിരുന്നു. അപ്പൊ സ്കൂൾ കലോത്സവങ്ങളിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അത് എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു എൻജോയ്മെന്റ് പോലെയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് പാട്ടിലേക്ക് വന്നത്. ഈ ജേർണി ഇങ്ങനെ എക്സ്പ്രസീവ് ജേർണി ആൻഡ് യു ആർ ഗോയിങ് ത്രൂ ദിസ് ജേർണി. Is there something that you expect at the end of this journey? Indian Idol, okay, final വരെ എത്തി, I want to be Indian Idol, or അതൊക്കെ ചെറിയ മൈൽ സ്റ്റോൺസ് ആണ്, മൈ വിഷൻ ഇസ് മച്ച് ബിഗർ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മാക്സിമം ചലഞ്ചസ് ടേക്കപ്പ് ചെയ്ത് ഞാൻ എന്നുള്ളൊരു വ്യക്തിനെ ബെറ്റർ ആക്കാന്നുള്ളതാണ് എക്സ്പെക്ടേഷൻ ആയിട്ടിരിക്കുന്നത് ഇപ്പോ. അത് സിംഗിങ് തന്നെയല്ല, എന്റെ തോട്ട് പ്രോസസ്, ലൈഫ് ഞാൻ പഠിക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ ജീവിക്കുകയാണ് ഇവിടെ.
എനിക്കിങ്ങനെ ഞാൻ ജീവിക്കാൻ പറ്റിയിട്ടില്ല ഇതിന് മുന്നേ ഇതുപോലെ ഇത്രയും ഇതായിട്ട്. അപ്പൊ ഞാൻ Right. കുറെ ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്ത് ജീവിക്കുകയാണ് ഞാനിവിടെ. That's a very beautiful, very profound answer. വെരി വെരി ബ്യൂട്ടിഫുൾ ആൻസർ. എന്താ പറയുക, ഞാനിപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഇന്റർവ്യൂവിൽ സംസാരിക്കുമ്പോഴും നെവർ വൺസ് ആർ യു ടെലിംഗ് മീ എനിക്ക് കുറെ സ്റ്റേജ് ഷോ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എനിക്ക് കുറെ സിനിമയിൽ പാടണമെന്നോ എന്റെ പാട്ടിന് ഇത്ര വ്യൂസ് കിട്ടണോ ഒന്നും പറയുന്നില്ല. യു ആർ ജസ്റ്റ് എൻജോയിങ് every moment of your life, maybe. You know, that's very profound, very beautiful way of living എന്ന് വേണമെങ്കിൽ പറയാം. So where did you get this philosophy towards life? ഫിലോസഫി ലൈഫ് ടോട്ട് മീ. ഈ ചെറുപ്രായത്തിലോ? ഓപ്പൺ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങള് കുറച്ച് ടഫായിരുന്നു എനിക്ക്. ഞാൻ ആ സമയത്ത് ഈ പറഞ്ഞ ഒരുപാട് കുറെ ട്രൈ ചെയ്തു കുറെ കാര്യങ്ങൾക്ക്. പക്ഷെ പിന്നെ മനസ്സിലായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, പിന്നെ അങ്ങ് വിട്ടുകൊടുക്കുക, ലെറ്റ് ഗോ ചെയ്യുക. അപ്പൊ എല്ലാ സാധനങ്ങളും ഇങ്ങോട്ട് വരും. എനിക്ക് എന്നെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ വരും, എനിക്ക് എന്നെ പോയി കഴിഞ്ഞാൽ ഒന്നും വരില്ല. You know what? No wonder Vishal sir or Shreya ma'am keep saying we want the original Amrita. കാരണം അമൃതയായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ that's what even I am thinking. You have an amazing personality. അപ്പൊ അത് കൈമോശം വരാതെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. One other request. ഹായ് രാമയുടെ ആ ഒരു സ്വരങ്ങള് പാടിയത് മുഴുവൻ പാടണമെന്നില്ല, but if you can sing a couple of lines for us, it will be brilliant. Sure. Sari ni sa da ni sari sa ni da ni da ba da ba sari da ni da ma ba hai ramai giri ga ma giri ga ma ba da ni da ma ga ma ba da ni da sari da ni da sari ga ni da ni da ma ga ma ba da ni da ba ma ga ma giri hai ramai ni da ni ni da ni ni da ni da ma da ni da ga ma da da ni sa ni re ni sa sani da sa sani re sani sa sani re sani sa sani re sani 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 ga 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 sani 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 da ba ga ba da ni sani re sani da sani 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 da ba sani da ba da sani 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 da ba sani da ba da sani 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 da ba sani da ba da ga ga ma ma da da ni ni sa हाय रामा ये क्या हुआ, क्यों ऐसे हमें सताने लगे, तुम इतनी प्यारे हो सामने, हम काबू में कैसे रहे. Wow. Thank you. ഇതിപ്പോ ആ പെർഫോമൻസ് അത്രയും തവണ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കണ്ടുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് ജഡ്ജസിന്റെ റിയാക്ഷൻ വരെ ഓർമ്മ വരുന്നുണ്ട്. ഓരോ സ്ഥലത്ത് ഓരോ സ്വരം പാടുമ്പോ എഡിറ്റിലെ ഒരു ജഡ്ജസിന്റെ റിയാക്ഷൻ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നത്. ഐ കൻ സീ ദാറ്റ് ഇമേജ്. ദാറ്റ്സ് ബ്രില്യന്റ്. ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു റാപ്പിഡ് ഫയർ റൗണ്ട്. അമൃത കിടന്നുറങ്ങുകയാണ്, രാവിലെ ഒരു 3 മണി, പെട്ടെന്ന് അമൃതയെ തട്ടി ഉണർത്തിയിട്ട് ഇപ്പൊ ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞാൽ ഏത് പാട്ടാവും പാടും? മസക്കലി മസക്കലി മടക്കലി മടക്കലി. ലവ്ലി. ഓക്കെ, ബോംബെയിലാണ് പക്ഷെ പാടുന്നത് ഡൽഹി 6ന്റെ പാട്ടാണ്. അടിപൊളി. One judge's comment which you will never forget, which you hold very close to your heart. കുറെ ആലോചിക്കണം. അമൃതയുടെ മൈൻഡ് വോയിസ് പോലെയുണ്ട്. അമൃത വിശാൽ സാർ പറഞ്ഞ കമന്റ്, അതായത് പാടുമ്പോ അമൃതയുടെ സാധനം ഒരു എലമെന്റ് അതിൽ ആഡ് ചെയ്യും എന്ന് പറയാറുണ്ട് എപ്പോഴും പാടുമ്പോ. ബി ഇൻ യുവർ അമൃത ഇൻ യുവർ എലമെന്റ്സ്, അതാണ് നമുക്ക് വേണ്ടതെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പൊ അത് ഇത് എക്സ് ഫാക്ടർ എന്നൊക്കെ പറയുമ്പോൾ ദി അമൃത ഫാക്ടർ ഇൻ ദ സോങ്. ബ്രില്യന്റ്. ഓക്കെ, ഒരു മലയാളം വാക്ക് അമൃത സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു മലയാളം വാക്ക്, അല്ലെങ്കിൽ വൺ വേർഡ് ദാറ്റ് യു ലവ് സേയിങ് മലയാളത്തിൽ. ഞാൻ ഇത്ര നേരം സംസാരിച്ചിട്ട് ചേട്ടൻ എന്താ തോന്നിയത്? ഞാൻ അതാ ആലോചിക്കുന്നത്. അങ്ങനെ ആവർത്തന വിരസത എനിക്ക് തോന്നിയില്ല ഒരു വാക്കിലും. അങ്ങനെ എനിക്കും തോന്നില്ല. ഇല്ല. എല്ലാ മലയാളം വാക്കുകളും പ്രിയപ്പെട്ടത് തന്നെ. ഓക്കെ, അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് അറിയാമെന്ന് തോന്നുന്നു, പക്ഷെ ആ ഉത്തരം കറക്റ്റ് ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചോദിക്കാം. പാട്ടല്ലാത്ത ഒരു ടാലന്റ്, ഫാൻസ് അറിയാത്ത ഒരു ഹിഡൻ ടാലന്റ്. എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്. എന്റെ റൂമിലൊക്കെ ഫുള്ള് ഞാൻ വരച്ചിട്ടേക്കാം. അതങ്ങനെ ആർക്കും അറിയാവുന്ന ഒരു ടാലന്റ് അല്ല. പിന്നെ അല്ലാതെ അറിയാത്ത ടാലന്റ് ഇപ്പൊ അറിഞ്ഞു പോയി. ഞാനൊരു റീലില് ഒരു ഇന്റർവ്യൂവിന് കൊടുത്തുപോയി. അതിലേക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ നോക്കുന്നത്. മൃഗങ്ങളുടെ ശബ്ദം. ആ ടാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആനിമൽസിന്റെ ശബ്ദം ഉണ്ടാക്കാൻ പറ്റും. പൂച്ചയാണെങ്കിൽ
ആ ചിരി വരും എനിക്കിത് ചെയ്യുമ്പോ. പൂച്ചയാണെങ്കിൽ ശ്രുതി ചെക്ക് ചെയ്യേണ്ടി വരുമോ? പൂച്ചയ്ക്ക് ഒരു ശ്രുതി. ഓക്കെ, പട്ടി ചെയ്യാം. ചെറിയ പട്ടി, വലിയ പട്ടി. പട്ടീനെ കല്ലെറിയാണെങ്കിൽ അങ്ങനെ വരും. പൂച്ച കാണിക്കട്ടെ? മതി. അല്ല, പട്ടി വരെ എന്റെ പേര് ഞാൻ പറഞ്ഞില്ലേ, പട്ടി പട്ടിന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ട് എഡിറ്റർ എന്തൊക്കെ കാണിക്കുന്ന എനിക്കറിയില്ല. ബട്ട് ഐ യു എ ഡോഗ് പേഴ്സൺ? കാരണം ഞാൻ വേറൊരു റീല് കണ്ടായിരുന്നു, ഹോട്ടലിന്റെ പിന്നിൽ ചെറിയ പപ്സിനെയൊക്കെ കണ്ടപ്പോ ഒരു വീഡിയോ എടുത്തിട്ടായിരുന്നു. ഞാൻ പോണ സിറ്റീസിലൊക്കെ പട്ടികളെ ഫ്രണ്ട്സ് ആയിട്ട് കൂട്ടാറുണ്ട്. അടിപൊളി. വൺ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് യു ടുഡേ. ഇന്ന് അമൃത ആരാണ് ഒറ്റ വാക്കിൽ? റെസിലിയന്റ്. ലവ്ലി. ആൻഡ് മലയാളത്തിൽ ഹൂ ഇസ് യുവർ ഫേവറേറ്റ് സിംഗർ? ആ ഫേവറേറ്റ് സിംഗറിന്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഒരു 2 വരി ഞങ്ങൾക്ക് വേണ്ടി പാടാൻ പറ്റും. കെ ചിത്ര, കണ്ണാളനെ. കണ്ണാളനെ எனது கண்ணை நேற்றோடு காணவில்லை, என் கண்களை பைத்துக் கொண்டும் ஏன் இன்னும் பேசவில்லை, ஆனான ஒரு செய்தி அறியாமலே அலைபாயும் சிறு பேதை நானோ, உன் பேரும் என் பேரும் தெரியாமலே உள்ளங்கள் இடம் மாறும் ஏனோ, வாய் பேசவே வாய்ப்பில்லையே வலி தீர வழி என்னவோ കണ്ണാളനേ. താങ്ക് യു ദാറ്റ് വാസ് ലവ്ലി. പക്ഷെ എനിക്ക് ഒരു റിക്വസ്റ്റും കൂടി ഉണ്ട്. ഒരു മലയാളം സിനിമാ ഗാനം കൂടി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ആലപിച്ചാൽ. ഏത് പാട്ടാ പാടണ്ടേ? ഏത് വേണമെങ്കിലും, അമൃതയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. പിടയുന്നൊരെന്റെ ജീവന് കിനാവ് തന്ന കൺമണി, നീയില്ലെങ്കിലെന്നിലെ പ്രകാശമില്ലിനി, മിഴിനീരു പെയ്ത മാറിയിൽ കെടാതെ കാത്ത പുഞ്ചിരി, നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പൊന്തിരി, മാനം പകുത്തു നൽകിടാം, കുറുമ്പ് കൊണ്ടു മൂടിടാം, അടുത്തു വന്നിടാം, കുതിച്ചു നിന്നിടാം, വിരൽ കൊരുത്തിടാം, സ്വയം മറന്നിടാം, ഈ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാം, എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉമാനിയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ, ഇന്നുമെന്നും ഒരു പുഴയായി ആരാധിക്കേ. എനിക്ക് സൂരജന്റെ വോയിസ് ഭയങ്കര ഇഷ്ടമാണ്. വിഷ്ണു വിജയന്റെ ഈ കമ്പോസിഷൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇതിന്റെ ലിറിക്സ്, ഓ മൈ ഗോഡ്. ആൻഡ് ഈ പാട്ട് എനിക്ക്, ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ നേരത്ത് ഇങ്ങനെ വീടും നാടൊക്കെ മിസ് ചെയ്യുമ്പോൾ കുറച്ച് പാട്ടുകൾ, ഇങ്ങനെ മലയാളം പാട്ടുകൾ കേൾക്കും. അങ്ങനെ കേൾക്കണേൽ ഒരു പാട്ടാണിത്. ലവ്ലി ലവ്ലി. അമൃത, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അമൃതേനെ പോലെ ഒരു സിംഗർ ഇവിടെ കിട്ടിയിട്ട് ഒരു 4 വരി അമൃതയുടെ ഒപ്പം പാടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് ഭയങ്കര ഹാപ്പി ആവും. സോ ക്യാൻ ഐ റിക്വസ്റ്റ് യു ടു സിംഗ് വിത്ത് മീ? ഉറപ്പായിട്ടും. നമുക്ക് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ടാണ് ശരത് സാറിന്റെ സംഗീത സംവിധാനം, ONV സാറിന്റെ രചനയിൽ വന്ന പവിത്രം എന്നുള്ള സിനിമയിലെ നമ്മുടെ സ്വന്തം ലാലേട്ടനും ശോഭന ചേച്ചിയൊക്കെ അഭിനയിച്ച ശ്രീരാഗമോ എന്നുള്ള പാട്ട്. സോ വിത്ത് യുവർ പെർമിഷൻ, I would request you to join me for this song. Yes. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്ത്രിയിൽ, സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ, നിൻ മൗനമോ പൂമാനമാ, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ
എന്നിൽ നീ പുലർകന്യയാ. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. ദാനി ദാപമപദനി ദാപമഗരി ഗമപദനി സരി മഗരി സനി ദപമഗരി ഗമ പദ സരി ഗമ പനിച്ച രി ഗമ പക്കാല. സരിഗമപ ധനി ദപദ ധനിഗരിനി നിദമഗരി സരിഗമ രിഗമപ ഗമപദ മപദനി. ഗരി രി സനി നിദ ദപ ഗരി രി സനി നിദ ദപ ഗരി സനി ദപ സരി ഗമ പരി ഗമ പദ ഗമ പദനി ഗരി സനി ധരി സനി ദപ സനി ദപദ രി ഗമ പദ സരി ഗമ പനി സരി ഗമ പക്കാല. വൗ, താങ്ക് യു, ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഇത് ഞാൻ അമൃതയുടെ മുമ്പിൽ ഓഡിഷൻ ചെയ്ത പോലെ അടിപൊളി. അമേസിംഗ് മ്യൂസിഷ്യൻഷിപ്പ്. അത് ഈ ഒരു ഇപ്പോഴും ആ അന്നത്തെ ആ ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഭയങ്കര അടിപൊളി സംഭവമാണ്. മ്യൂസിക്കിനെ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നു എന്നുള്ള സംഭവമാണ്. Music is our first love for all of us. So thank you so much. Thank you so much. അമൃത, ഇത്രയും നേരം അമൃതയുടെ വിശേഷങ്ങൾ ഞങ്ങൾ ചോദിച്ചറിഞ്ഞു. ഞങ്ങൾ കനേഡിയൻ മലയാളികളോട് അമൃതയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഈ അഭിമുഖമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ പറ്റിയുള്ള അഭിപ്രായം നല്ലത് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ജനറലി പറഞ്ഞ പോലെ ഹാപ്പി ആയിട്ടിരിക്കുക. അവിടെ ഭയങ്കര തണുപ്പൊക്കെ അല്ലേ. എനിക്ക് അവിടെ 1-2 സ്റ്റുഡൻസ് ഉണ്ട് കാനഡയിൽ നിന്ന്. ഞാൻ ഇതുവരെ വന്നിട്ടില്ല കാനഡയിൽ. എനിക്കൊരു ദിവസം കാനഡയിൽ വരണം. കാനഡയിൽ വന്നിട്ട് നിങ്ങൾ എല്ലാവരെയും മീറ്റ് ചെയ്യണം. ജസ്റ്റ് ബി ഹാപ്പി, അത്രേ ഉള്ളൂ. താങ്ക് യു, താങ്ക് യു. ഞങ്ങളും ആ വരവ് കാത്തിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് യുവർ ടൈം ടു ഹാവ് ദിസ് ഇന്റർവ്യൂ. അമേസിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു കോൺവെർസേഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. It's actually the other way around. We should be thanking you. കാരണം നല്ല തിരക്കുള്ള സമയമാണെന്ന് നമുക്കറിയാം. But you still made time for us and without any time constraints, right? Or time restrictions. Thank you so much. We really appreciate this. Thank you so much. Thank you.